റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്നോടാണോ കിളവന്റെ സാരോപദേശം? രാജകൽപ്പനധികരിക്കാൻ വരുന്നവരാരായാലും അവരിക്കാനുള്ള ഹസ്തമേ ഞെരിഞ്ഞു വന്ന് പിടഞ്ഞു പിടഞ്ഞു തീരും. ജീവൻ വേണമെങ്കിൽ മാറുക. ഞാനിതാ പടയാളികളിൽ സ്റ്റേഷൻ രാജനെ പ്രമാണിക്കുന്നു. സ്നേഹിത, എന്തുപറ്റി? വളരെ പരിഭ്രമത്തിലാണല്ലോ. നിന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? അതേപോലെ ചെയ്യാം. ഒരു ഓർമ്മ ഞാൻ കുഞ്ഞ് ഇല്ല, എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് നടത്തില്ല. ഇനി 45 ദിനരാത്രങ്ങൾ ബാക്കിയുണ്ടെന്നാണ് വൈദ്യർ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വിധിയെ ആർക്കും ചെറുക്കാൻ കഴിയില്ല. ഈ കുഞ്ഞിനെ കൺകുളിർക്കി കണ്ടതിന് ശേഷമാണ് ഞാൻ നിന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടത്. ഞാൻ എത്ര നാളായി ഒരാൺകുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ഒരാണെന്ന്. പക്ഷേ നീ നിർഭാഗ്യവാനാണ്. എന്ത്? പടയാളികൾ നിന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അയ്യോ, എന്റെ കുഞ്ഞ്, എനിക്ക് അവരെ രക്ഷിക്കണം.
എന്റെ മോനോട് നമ്മുടെ മകനെ അവർ കൊന്നു കളഞ്ഞു. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു ഈ പുത്രനെ ഒരു ദാക്ഷിണ്യവും കൂടാതെ നിങ്ങളുടെ പട്ടാളക്കാർ പിച്ചിച്ചീന്തി. നിങ്ങളുടെ വർഗം ഹെറോദസിന്റെ കിങ്കരന്മാർ. എന്റെ മോനെ എന്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത്. ഹെറോദസ് രാജാവിന്റെ വലക്കൈ. ആ ദുഷ്ടന്റെ വാക്കുകേട്ട് പ്രവർത്തിച്ച് നിങ്ങളും ഇതുപോലെ ചോരക്കുഞ്ഞുങ്ങളെ കൊന്നു കാണില്ലേ? അതിന് ദൈവം തന്ന ശിക്ഷയാ. അനുഭവിക്ക്. എന്തിന് കരയുന്നു? എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ. ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെ അറുത്തിടുമ്പോഴും അവരുടെ മാതാപിതാക്കൾ കാല് പിടിച്ച് കേറുന്നത് നിങ്ങൾ കേട്ടോ? എന്നെ പോലെയുള്ള നൂറുകണക്കിന് അമ്മമാരും അമ്മിഞ്ഞപ്പാലിന്റെ പണം മറന്ന പിഞ്ചു കുഞ്ഞുങ്ങളും നിങ്ങളോടും നിങ്ങളുടെ രാജാവിനോടും എന്ത് തെറ്റ് ചെയ്തു? പോകുക എന്റെ മുന്നിൽ നിന്ന്. എനിക്ക് നിങ്ങളെ കാണണ്ട. ദുഷ്ടൻ വാളൂരുകയും വില്ലുകുലുകയും ചെയ്തു ദരിദ്രരെ നിലംപതിപ്പിക്കും. എന്നാൽ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കുന്നു. ഞാനിപ്പോൾ ആ വാളിനെതിരെ ഞാൻ പാപത്തിൽ അടിമപ്പെട്ടു പോയി. ഒരുപാട് നിരപരാധികളെ മരിച്ചു കളഞ്ഞു. പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളുടെയും കരച്ചിലും മുറവിളികളും എന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ ജീവന് പകരമായി ഒരു കുഞ്ഞിന്റെ ജീവൻ എനിക്ക് രക്ഷിക്കണം. നിൽക്കവിടെ, കുഞ്ഞിനെ ഒന്ന് തരൂ. തരാൻ. അയ്യോ, നിങ്ങളൊന്നും ചെയ്യില്ലേ? ദൈവമേ, ഞങ്ങളോട് കരുണ കാട്ടണം. അവരെ വിട്ടേക്കും. ആ കുഞ്ഞിനോട് എന്ത് തെറ്റ് ചെയ്തു? അവരെ ഉപദ്രവിക്കരുത്. ഓ, ഒരു നീതി നടന്നിരിക്കുന്നു. നീയും ഒരുപാട് പേരെ കൊന്നു തടിയുന്നല്ലേ? പിന്നെ എന്താ ഇപ്പോഴൊരു മനംമാറ്റം? ആ പാപങ്ങൾക്കുള്ള പ്രതിഫലം ഞാൻ അനുഭവിച്ചു. ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ അനുവാദം ആർക്ക് വേണം? ഞങ്ങൾ നിർവഹിക്കുന്നത് രാജകൽപ്പനയാണ്. പടയാളികളിൽ ശ്രേഷ്ഠനായ എന്റെ വാക്കിന് ഒരു വിലയില്ല. നീ രാജസന്നിധിയിൽ പ്രമുഖനായിരിക്കും. പക്ഷേ ഞങ്ങൾക്കുള്ളത് ദേവദാസരാജാവിന്റെ വാക്കുകളാണ്. നീ ഞങ്ങളെ തടയാൻ നോക്കരുത്. നിന്നെ കോടതിയിലേക്ക് ഞങ്ങൾ പിരിയണം. അതൊന്ന് കാണട്ടെ. നിങ്ങൾ വേഗം കുഞ്ഞിനെ കൊണ്ടുപോയി ചൂടൂ. നോക്കി നിന്റെ മോനെ ചൂടാൻ. പോകാൻ. ആ! തിരിച്ചറിവിന്റെ പശ്ചാത്താപം സഹൃദയരെ ഗോർജിയാസിയുടെ പൂർണ്ണമാകുന്നു. ഈ നാടകം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെയിന്റ് അൽഫോൻസ വാർഡ് യൂണിറ്റ് ഖത്തർ. നാടകരചനാ സംവിധാനം ജസ്ലിൻ ഷാബു. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ബാലതാരം ജോൺ ആദം. രംഗത്ത് ഗോർജിയാസ്, റിജോ മലയറ്റോ, സ്നേഹിതൻ സ്മിൻഡോ ആന്റണി അങ്കമാലി, മാതാവ് നെൽസൺ തൃശൂർ, പടയാളി ബാബു മൈക്കിൾ, പിതാവ് ജോബി ആലപ്പാട്ട്. സംഗീതവും ശബ്ദമിശ്രണവും താഹിർ തൃശൂർ. അണിയറ പ്രവർത്തനം ഷാബു ജോൺ തൃശൂർ.